പിന്നെ നമ്മൾക്ക് വേറൊരു കുടിയിരിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് ബീച്ചിലേക്ക് പോകാൻ, കോഴിക്കോട് നിന്ന് തന്നെയായിരുന്നു. അപ്പം ബീച്ചിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബീച്ചിലേക്ക് പോകാനപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മഴ ചാർന്നുണ്ട്. ബീച്ചിലൊക്കെ പോയിട്ട് മഴ ഒരു എന്താ പറയുക, ഒരു തുള്ളിയാകുന്നുണ്ടെങ്കിൽ ഭയങ്കര വേദന കേട്ടോ മുഖത്തേക്കൊക്കെ തട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോൾ പിന്നെ വലിയ മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബീച്ചിൽ ഇറങ്ങിയാണ്. അപ്പോൾ ഇറങ്ങിയപ്പോഴേ ഉണ്ട് ബീച്ചിലൊരു മൂടി കെട്ടി നിൽക്കുന്ന പോലെ കേട്ടോ. പക്ഷെ നമുക്ക് അന്നേരം ഉണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത്. പിന്നാണ് മനസ്സിലായത് പുതിയ സ്റ്റാൻഡിൽ ഒരു പിന്നെ 2 ഫ്ലോറിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക്, കാരണം ബീച്ചും അതും അടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൂട്ടത്തിലുള്ള വില്ലൻ. ഇവനെ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കിയിട്ട് ഫസ്റ്റൊക്കെ ഭയങ്കര പേടിച്ച് തോന്നാം കേട്ടോ. പിന്നെ കയറാനായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറുങ്ങനെ ഒരു അടിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എടുക്കാൻ പോകുമ്പോഴേക്കും നമ്മളെന്താ പറയുക, ആ ഒരു പൂഴിയൊക്കെ വാരിയിട്ട് മേലേക്ക് എറിയുക, അങ്ങനത്തെ കളിയൊക്കെ ആയിരുന്നു. തീരെ ഇഷ്ടമില്ല കേട്ടോ വരുന്നത്. അങ്ങനെ പിന്നെ അത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇരുന്ന് എന്താ പറയുക ബീച്ചിൽ ഇറങ്ങിയാണ്. എനിക്ക് തോന്നുന്നത് ഇവർ ചിലപ്പം കടലൊന്നും ഇല്ലാത്ത വയനാട് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചിലപ്പോൾ വന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കുറേ ആൾക്കാരെ കാണാമല്ലോ. പിന്നെ നമുക്ക് കോഴിക്കോടായിരിക്കും ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരമാണ്. കാരണം വൈകുന്നേരം ഇവിടെ വന്നിരിക്കുക, പിന്നെ കുറച്ച് തട്ടുകടയിലെ കടുക്ക നിറച്ചതും, പിന്നെ എന്താ പറയുക കാടമുട്ട ഫ്രൈ, പിന്നെ കോളിഫ്ലവർ, പിന്നെന്താണ്, പിന്നെ ഉപ്പിലിട്ട്, മെയിനായിട്ട് ഉപ്പിലിട്ടൊക്കെ തിന്നാനായിട്ടാണ് കേട്ടോ വരുന്നത്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പോയിരിക്കാൻ നല്ല രസമാട്ടോ. കാരണം ഒരുപാട് വേറെ ഏതെല്ലോ സ്ഥലത്തു നിന്നൊക്കെ വന്ന ആൾക്കാർ, പിന്നെ അവരുടെ കുറേ സംസാരങ്ങൾ, പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മെയിനായിട്ട് ഇത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം പിന്നെ കൈതച്ചക്ക ഉപ്പിലിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. മറ്റേ മാങ്ങൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര സുർക്കയും പുളിയൊക്കെ തോന്നും. പിന്നെ ഇവർ മിക്സിങ് ആയിട്ടുള്ള ചിരണ്ടീസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ഞാൻ പിന്നെ അത് കഴിക്കാറില്ല. എനിക്ക് കഴിക്കുമ്പോൾ ഫുള്ള് കഴിക്കാൻ കഴിയും. അങ്ങനെ തോണ്ടി 2-3 സ്പൂൺ എടുത്ത് കഴിക്കാറാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു സാധനം എനിക്ക് എന്താ അറിയാം ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എപ്പം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്. പിന്നെ അപ്പോഴേക്ക് മക്കളൊക്കെ നല്ല കളിയാണ് കേട്ടോ. പാൻറ്റ് ഷർട്ടൊക്കെ കഴിച്ച് പിന്നെ അവർ ബീച്ചിലേക്ക് വരും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ബീച്ചിൽ വരുന്നത്, ഒരു മുടി കിട്ടിയ പോലെ. അപ്പോൾ അതൊക്കെ ആ ഒരു പീരീഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നല്ലോണം കടൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു മഴയുടെ നല്ല ആ ഒരു ടൈമിലേക്കാണ് വന്നു വെച്ചാൽ കുറേ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നല്ല തിരയും വരുന്നുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങില്ല. കാരണം നമുക്ക് ആ വെള്ളം കാലിൻ്റെ ചൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു പോകുമ്പോഴേക്കും ഇങ്ങനെ തല കറങ്ങുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം നിൽക്കലില്ല. പിന്നെ ഞാനൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുക്കാനിരുന്നപ്പോൾ തന്നെ ഒരു മുട്ട് വരെ വെള്ളം വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടി നിന്ന് പിന്നെ കുറച്ച് നമ്മൾ ഒരു ചായയും പിന്നെ എന്താ പറയുക കടുക്ക നിറച്ചതും പിന്നെ വീഡിയോ കയറാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ ഒരു കുറച്ച് ടൈമും കൂടി വന്നിരുന്ന് പിന്നെ നമ്മൾ പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 6:30 വരുന്ന കേട്ടോ ബീച്ചിലൊരു ഭംഗി കാണാൻ രസം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.